ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്യൂഡോ സെലക്ടേഴ്സ് അതുപോലെ മീഡിയ ക്വറീസ് നമുക്ക് സ്റ്റൈൽഡ് കോമ്പോണൻസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റൈൽഡ് കോമ്പോണൻസിനകത്ത് നമുക്കിങ്ങനെ ഓരോ ഡിഫറെൻറ്റ് വേരിയബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഡിഫറെൻറ്റ് എലമെന്റ്സിന് വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് വേരിയബിൾസ് നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്റ്റൈലിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫയലിന്റെ കോഡ് ലെങ്ത് കൂടുതലാവും. സോ അതിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതായത് ഒരു കോമ്പോണന്റ് ആക്കിയിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ റീയൂസ് ചെയ്യും. അതാണ് നമ്മൾ റിയാക്ടിന്റെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ പുതിയ എലിമെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാൻ നോക്കിയ ഇവിടെ കൺട്രോൾസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഞാനൊരു ബട്ടണും ഇൻപുട്ടിന്റെ JSX ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബട്ടൺ ഡോട്ട് JSXനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓത്ത് ഇൻപുട്സിനകത്ത് കിടന്ന ബട്ടൺ എലമെന്റിന്റെ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് വേറൊരു കോമ്പോണന്റിനകത്ത് ആക്കിയിട്ട് നമ്മൾ അതിനെ വെച്ചിട്ട് റീയൂസ് ചെയ്യും. ഇവിടെ നമ്മൾ സ്റ്റൈൽഡ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിനെ വെച്ചിട്ട് ബട്ടന്റെ സ്റ്റൈൽ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് ബട്ടൺ എലമെന്റ്. സോ ബട്ടൺ എലമെന്റ് ഇവിടെ വേരിയബിൾ ആണ്. സോ നമ്മൾ ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം. സോ എക്സ്പോർട്ട് ചെയ്തതിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ബട്ടൺ എലമെന്റ്. സോ ഈ ബട്ടൺ എലമെന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ നമുക്ക് ഇൻപുട്ടിന് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇൻപുട്ടിനകത്ത് ഇൻപുട്ട് JSX ഫയലിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേബൽ എലമെന്റ് ഉണ്ട്, ഇൻപുട്ട് എലമെന്റ് ഉണ്ട്. ഓക്കെ. അതിനകത്ത് ലേബൽ എന്ന് പറഞ്ഞ ഇമെയിൽ എന്ന് പറഞ്ഞ ലേബല്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഇമെയിലിന്റെ ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ. ആ രണ്ടും ഞാൻ ഇവിടെ ഒരു വേറൊരു കോമ്പോണന്റിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റൈലിംഗ് എങ്ങനെയൊക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ കാരണം നമുക്ക് രണ്ട് വേരിയബിൾസ് ആണ്. സോ രണ്ട് വേരിയബിൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒറ്റ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ഒരു പ്രോപ്സ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലേബൽ വേണം, അതുപോലെ തന്നെ ഇൻവാലിഡ് അതായത് ഒരു ബൂളിയൻ വാല്യൂയും വേണം. പിന്നെ ഉള്ളത് സ്പ്രെഡ് ഓപ്പറേറ്ററിലുള്ള പ്രോപ്സ്, അതായത് ബാക്കി എന്തൊക്കെയാണോ ബാക്കിയുള്ള ഈവൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്തോട്ട് പാസ് ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അതിന്റെ പാരഗ്രാഫ് ക്ലാസ് നെയിം എന്ന് പറഞ്ഞ ഒരു പാരന്റ് എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളിവിടെ ലേബൽ എലമെന്റും ഇൻപുട്ട് എലമെന്റും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻവാലിഡ് വേണം, കാരണം ഈ ഇൻവാലിഡ് വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ കളറും പിന്നെ വേറെ സ്റ്റൈലിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. സോ അത് കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ലേബൽ. അപ്പൊ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഓത്ത് ഇൻപുട്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇൻപുട്ട് കൺട്രോളിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇൻപുട്ട് കൺട്രോളിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ എല്ലാം മാറ്റിയിട്ട് നമ്മളിവിടെ നേരത്തെ ഇവിടെ കുറേ ഈ ലേബലും ഇൻപുട്ട് ആയിരുന്നു, അതെല്ലാം നമ്മളൊരു കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ടൈപ്പ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേബലും ഇൻവാലിഡും വേണം. ഓക്കെ. ലേബൽ എന്ന് പറയുന്ന ലേബൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവാലിഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്സ് ഉണ്ട്. ബാക്കിയെല്ലാം ഇപ്പൊ സ്പ്രെഡ് സെപ്പറേറ്റർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇവിടെ വരുന്ന ടൈപ്പും ഓൺ ചേഞ്ച് എല്ലാം ഈ ഡോട്ട് പ്രോപ്സിനകത്തോട്ട് പാസ് ചെയ്ത് വയ്ക്കുള്ളൂ. അതുപോലെ തന്നെ ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് അങ്ങ് ഹാൻഡിൽ ചെയ്തോളൂ. ഇതെല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇതിങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽഡ് കോമ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഡിഫറെന്റ് ഒരു കോമ്പോണന്റിനകത്ത് ആക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ റിയാക്ടിന്റെ മെയിൻ സംഭവമാണ് നമ്മൾ ഈ ഒരു കസ്റ്റം കോമ്പോണൻസ് ഉണ്ടാക്കിയിട്ട് ആ കോമ്പോണൻസ് എല്ലാം നമ്മൾ വേറെ JSXനകത്തോ അല്ലെങ്കിൽ വേറെ ഫയലിനകത്തോട്ട് നമ്മളിങ്ങനെ റീയൂസ് ചെയ്യുന്നത്. ഓക്കെ.